ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്ത് നോക്കി. അതിൻ്റെ നിലവിൽ കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻജിൻ്റെ കംപ്രഷൻ ലീക്കായി പോകുന്നതാണ്. അതായത് വാൽവിൽ കരി വന്നിട്ട് കാർബൺ വന്നിട്ട് കൃത്യമായിട്ട് വാൽവ് അടയാറുടെ വരുന്ന മിസ്റ്റേക്കാണ്. അത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അത് നിലവിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്രഷൻ ഡീകംപ്രഷൻ ശരിക്കും അതിനകത്ത് കുറച്ചൊരു ഓയിൽ കുറച്ച് അടിച്ചു കൊടുത്തിട്ട് കംപ്രഷനാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വന്ന കേസ് റിപ്പീറ്റ് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കാരണം കരിയുടെ അളവ് അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ മിസ്റ്റേക്ക് കാണിക്കുന്നത്. അപ്പോൾ ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ആ ഭാഗം അഴിച്ച് എന്താണ് അതിന് ഡാമേജ് വന്നേക്കണേ അത് പരിഹരിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ തീരെ കുറവാണ്, ലെവലും കുറവുണ്ട്. അപ്പം മൈന്യൂട്ടായിട്ട് ഓയിൽ കയറി കത്തണ കംപ്ലൈൻറ്റ് ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. അതുകൊണ്ടാണ് കരിയുടെ അളവ് കാർബണിൻ്റെ അളവ് വളരെ കൂടുതൽ എൻജിൻ ഹെഡിൽ വരുന്നത്. ആ കാരണം കൊണ്ടാണ് ശരിക്കും കംപ്രഷൻ ലീക്ക് വന്നിട്ട് വരെയും നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കത് ശാശ്വത പരിഹാരം അഴിച്ചാൽ ഭാഗം ക്ലിയർ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഓയിൽ ലെവൽ കുറവുണ്ട്. അത് ഞാൻ ടോപ്പപ്പ് ചെയ്യാം. പ്ലഗൊക്കെ പുതിയ പ്ലഗ് കിടക്കണേ, അത് തന്നെ നമ്മൾ ഇട്ട് ഒരല്പം ഓയിലും പെട്രോളും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കംപ്രഷനാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ റിപ്പീറ്റും വരാനുള്ള സാധ്യത കൂടുതൽ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻറ്റുകളായിട്ടൊന്നും തോന്നണമൊന്നുമില്ല. ഞാൻ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഓടിച്ചു നോക്കാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ. നിലവിൽ ഓയിൽ ടോപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് ആ കംപ്രഷൻ സ്റ്റാർട്ടിങ്ങിൻ്റെയാണ് പ്രശ്നം കാണിച്ചത്, അതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.